പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. പാഴ്വസ്തുക്കളിൽ നിന്നും കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന ലിഷ ഷാജിയുടെ അനുഭവങ്ങളാണ് ഇന്നത്തെ സഹയാത്രികയിൽ. നമുക്ക് ചുറ്റും ഒരുപാട് ഉപയോഗശൂന്യമായ വസ്തുക്കളുണ്ട്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതും നമ്മൾ വിപണിയിൽ നിന്ന് വാങ്ങി ഉപയോഗശേഷം വലിച്ചെറിയുന്നതുമായ അനേകം പാഴ്വസ്തുക്കൾ. ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളെ ഉപയോഗയോഗ്യമാക്കി മനോഹരമാക്കിയെടുക്കുന്ന ഒരു വീട്ടമ്മയാണ് ലിഷ ഷാജി. ചെറുപ്പം തൊട്ട് കൈ കിട്ടി കൊണ്ട് ചെയ്യായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് കൊയിലാണ്ടി എത്തിയതിന് ശേഷമാണ് കുറച്ചുകൂടി എന്താ പറയാ കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ ഇതിങ്ങനെ കുടുംബശ്രീയിലെ അംഗങ്ങൾ അറിഞ്ഞപ്പോ അങ്ങനെയാണ് ഇങ്ങനെ സംരംഭമായിട്ട് രജിസ്റ്റർ ചെയ്താല് നന്നായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ 2018 അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്തിട്ട് തുടങ്ങിയത്, സംരംഭമായിട്ട് തുടങ്ങിയത്. ഇങ്ങനെ വിപുലമായിട്ട് ഇങ്ങനെ എക്സിബിഷൻ ഒക്കെ ചെയ്യാൻ തുടങ്ങിയത് 2018 തൊട്ടിട്ട്. മരവേരുകളിൽ തുടങ്ങി പാള, ചകിരി, ഉണങ്ങിയ അടയ്ക്കാത്തോട്, ഉള്ളിത്തൊലി, ഉണക്കപ്പുല്ല്, ചോളപ്പൂവിന്റെ കവചം, പിസ്താത്തൊണ്ട്, ചിരട്ട തുടങ്ങിയവയെല്ലാം ലിഷ മനോഹരമായ അലങ്കാര വസ്തുക്കളാക്കി മാറ്റുന്നു. പൂവുകളും ചിത്രങ്ങളും ഭിത്തി അലങ്കാരങ്ങളും കീ ചെയിനുകളും ഉണ്ടാക്കി സ്വന്തമായി വരുമാനമുണ്ടാക്കുന്നു. അന്നൊക്കെ കുഞ്ഞു കുഞ്ഞു വേരുകളൊക്കെ കിട്ടൂലേ, ചെടീന്റെ ഒക്കെ വേരുകൾ, ആകൃതിയൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ ആക്കിയിട്ട് അങ്ങ് മാറ്റിയെടുക്കും. പിന്നെ പൂക്കൾ അതുപോലെ തന്നെ ഫ്ലവറൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്യും. എന്ത് കൈ കിട്ടിയാലും എന്തെങ്കിലുമൊക്കെ ചെയ്തു നോക്കും. അങ്ങനെ ചെയ്തു പോകുന്നു. ആദ്യമൊക്കെ വൈക്കോലിന്റെ സീനറി ഒക്കെ ഉണ്ടാവും. അപ്പൊ വീട്ടിൽ അങ്ങനെ ഒരു സീനറി ഉണ്ടെന്ന്. അപ്പൊ അതുപോലെ ഒന്ന് ചെയ്തു നോക്കിയതാണ്. പാളയിൽ ചെയ്തു നോക്കിയതാ, വെറുതെ ചെയ്തു നോക്കിയതാ. അപ്പൊ അത് കുറെ കാലം ആയിട്ടും ഒന്നും ആവാണ്ട് അങ്ങനെ നിന്നപ്പോ പിന്നെ തുടർച്ചയായിട്ട് ചെയ്തു. പിന്നെ വേറെ പിക്ചർ, സീനറി അല്ലാണ്ട് വേറെ പിക്ചറുകൾ ചെയ്തു നോക്കി. അങ്ങനെ പോന്നു. പാളനെ കൊണ്ട് പിക്ചറുകൾ ചെയ്യുക. പിന്നെ ഫ്ലവേഴ്സ്, പാള മാത്രല്ല കേട്ടോ, ഉള്ളി, വെളുത്തുള്ളി അതിന്റെ ഒക്കെ തോല് വെച്ചിട്ട് ഫ്ലവർ ചെയ്യും. അങ്ങനെ എന്ത് കിട്ടിയാലും ചെയ്യും. അതുപോലെ പിസ്തേന്റെ തോട്, പഴന്റെ നാര് വെച്ചിട്ട് ചെറുതായിട്ട് തൊട്ടി വേണമെടുക്കും. എന്നിട്ട് അത് കീച്ചെയിൻ ആക്കിയിട്ട് അങ്ങനെ. പിന്നെ ഫ്ലവർ വേസ്, കൂടുതലും ഫ്ലവർ വേസ്, ചിരട്ട ഒക്കെ ഫ്ലവർ വേസ് ആക്കിയിട്ട് അതൊക്കെ അതെയും പ്രകൃതിയിൽ കിട്ടുന്ന വസ്തുക്കളെ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ചിരട്ടയാണ് പാളനെ കൊണ്ട് പൂക്കൾ ഉണ്ടാക്കിയിട്ട് ചിരട്ടയാണ് ഫ്ലവർ വേസ് ആയിട്ട് വെക്കുന്നത്. അതുപോലെ ചകിരി അത് ഇങ്ങനെ തോണി പോലെ ഉണ്ടാവും, അതിലാണ് പൂക്കൾ ഇങ്ങനെ സെറ്റാക്കി ചെയ്യുന്നത്. അതുപോലെ നമ്മള് പ്ലാസ്റ്റിക്കിന്റെ പാത്രങ്ങൾ ഉണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു പ്ലാസ്റ്റിക്കിന്റെ പാത്രങ്ങൾ, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മള് ഒഴിവാക്കി വലിച്ചെറിയാണല്ലോ ചെയ്യുക. അപ്പൊ അതും ചാക്കുന്നിലൊക്കെ ചുറ്റിയിട്ട് ഫ്ലവേഴ്സ് ആക്കി മാറ്റുക ചെയ്യാം. പുല്ലുകൾ ഉണക്കിയെടുത്ത് വെച്ചത്, തൊണ്ടുണ്ടല്ലോ, തേങ്ങയുണ്ട് തൊണ്ട് പറയും ഇവിടെ. ചകിരിയല്ല, ചിരട്ട മുഴുവനായിട്ടുള്ള മുറിക്കാത്ത ചിരട്ട ഉണ്ടല്ലോ, തേങ്ങയായിട്ടുള്ള അങ്ങനത്തത്. പിന്നെന്താ കാർഡ്ബോർഡ്, ചോളത്തിന്റെ തോല്, എന്തായാലും ഇപ്പൊ കവറുണ്ടല്ലോ, ഇപ്പൊ പ്ലാസ്റ്റിക് കവറിന്റെ കവറും അതുപോലെ വലിച്ചെറി, അത് പ്ലാസ്റ്റിക് കവറിനെ ഫ്ലവറാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കയ്യിൽ കിട്ടുന്ന എന്തായാലും ചെയ്തു നോക്കും. ഒരുപാട് ഇങ്ങനെ പാഴ്വസ്തുക്കൾ എടുത്തു വെച്ചിട്ട് വീട് നിറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എടുത്തു വെച്ച് അതിനിങ്ങനെ കുറേശ്ശെ എടുത്ത് ഇങ്ങനെ ചെയ്യും. സമയം എനിക്ക് തികയുന്നില്ല എന്നുള്ളൂ. ശരിക്കും വലിച്ചെറിയാണ്ട് പുനരുപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ ആക്കി മാറ്റും. ഒഴിവാക്കുന്ന സാധനങ്ങൾ കൊണ്ട് പരമാവധി ചെയ്യാൻ നോക്കും. ഒരു ഉപയോഗം കഴിഞ്ഞ് നമ്മൾ വലിച്ചെറിയുന്ന സാധനങ്ങൾ കൊണ്ടാണ് പരമാവധി ഫ്ലവേഴ്സും കാര്യങ്ങളും ചെയ്യുന്നത്. ഉള്ളിത്തോലിട്ട് റോസ് പൂവാക്കിയിട്ട് ഉണ്ടാക്കും. പിന്നെ ഫ്രെയിം ഉണ്ടാക്കും. ഈ കുട്ടികളെ ഉടുപ്പുണ്ടല്ലോ, ഫ്രോക്ക് ഉള്ളിന്റെ തോല ഉണ്ടാക്കുക. ഹെഡിന്റെ ഭാഗം മാത്രം വരും, ബ്ലാക്കിൽ വരും. ബാക്കി ഉള്ളിന്റെ തോലിലായിരിക്കും ആ ഫ്രോക്ക് ചെയ്യുക. അങ്ങനെ ഒരു ഫ്രെയിമില് കുട്ടിയുടെ ഫ്രോക്ക് വരിക, ഈ വലിയ ഉള്ളിന്റെ തോല് കട്ട് ചെയ്തിട്ടാ വെക്കുക. തല വരുന്ന ഭാഗം ബ്ലാക്കിൽ ചെയ്തിട്ട് വെളുത്തുള്ളി അങ്ങനെ ചെയ്തിട്ടുണ്ട്, വെളുത്തുള്ളിന്റെ തോല്. അതുപോലെ ഒന്ന് പറയാൻ വിട്ട്, പെൻസിലിന്റെ ഷാർപ്പിന് വേസ്റ്റ് വരുന്നതുണ്ടല്ലോ, അത് വെച്ചിട്ട് മയില് പീക്കോക്കിനൊക്കെ ചെയ്തിട്ടുണ്ട്. ഫ്രെയിം വെൽവെറ്റ് ഷീറ്റില് ഒട്ടിച്ചിട്ട് ഫ്രെയിമുകൾ തന്നെ പാളയിൽ ചെയ്യുന്നതും പെൻസിൽ വേസ്റ്റ് ചെയ്യുന്നു. എല്ലാ പിക്ചറും ചെയ്യലുണ്ട്. സീനറി ചെയ്യും. ഏത് പിക്ചറായാലും ഔട്ട്ലൈൻ ആയിട്ട് വരയ്ക്കും. എന്നിട്ട് അത് പാളയിൽ വെട്ടിയെടുത്തിട്ട്
ഔട്ട്ലൈനിൽ ഒട്ടിക്കും. ഒരു പിക്ചറിൽ തന്നെ 2 ഇത് വരുന്നുണ്ടല്ലോ, 2 അങ്ങനത്തെ പിക്ചറുകളൊക്കെ ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ടും എനിക്ക് ചെലവാകുന്നത് പാളകളിൽ ചെയ്യുന്ന ഫ്രെയിമുകളാണ്. പിക്ചറുകൾ ഔട്ട്ലൈൻ ആയിട്ട് വരുന്ന പിക്ചറുകൾ, അതുപോലെ സീനറി, തെയ്യത്തിന്റെ ഒക്കെ ഇത് ഔട്ട്ലൈൻ ആയിട്ട് ചെയ്യലുണ്ട്. തെയ്യത്തിന്റെ മുഖങ്ങളുണ്ടല്ലോ, മനുഷ്യരുടെ രൂപങ്ങളൊക്കെ ഔട്ട്ലൈൻ ആയിട്ട് പാളയിൽ ചെയ്യുന്നുണ്ട്. അതിനാണ് കൂടുതലായിട്ടും ചെലവ് വരുന്നത് എനിക്ക്. അലങ്കാര വസ്തുക്കൾ നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ സ്വയം ശേഖരിക്കുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ വലിയ മുടക്കുമുതൽ കൂടാതെ തന്നെ ഈ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ഇവർ. വീട്ടിലുള്ളത് ആണ് പരമാവധി ഉപയോഗിക്കുന്നത്. ഇപ്രാവശ്യം ഇപ്പൊ കോഴിക്കോട് നടന്ന സരസ്മേളയ്ക്ക് വേണ്ടി കുറച്ച് കിട്ടാൻ പാടുള്ള സ്ഥലത്ത് വീട്ടിൽ നിന്നൊക്കെ കുറച്ച് ചെടിക്കൊക്കെ കൊണ്ടുവന്നു. അതിന് പറ്റിയ ചെടികളുണ്ട്, കുറച്ച് ചെറുതും അതിന്റെ ഷേപ്പൊക്കെ അങ്ങനെയായിട്ടുള്ള ചെടികൾ തെരഞ്ഞെടുത്തിട്ട് എടുത്തു കൊണ്ടുവരും. പിന്നെ പാളയൊക്കെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടും, സൂക്ഷിച്ച് വെക്കും. കിട്ടുന്നതൊക്കെ ഉണക്കിയെടുത്ത് വെക്കും. പുള്ളിന്റെ തോലും അങ്ങനെ തന്നെ എന്തായാലും ഒക്കെ ഉണക്കിയിട്ട് എടുത്ത് സൂക്ഷിക്കും. അതുപോലെ പുല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതും അതിന് പറ്റിയ പുല്ലുകളൊക്കെ ഉണ്ട്, ആ പുല്ലുകളൊക്കെ ഉണക്കിയെടുത്ത് വെക്കും, എന്നിട്ട് പോളിഷ് ചെയ്തിട്ടൊക്കെ വെക്കും. എന്ത് കൈ കിട്ടിയാലും എടുത്ത് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാവുന്ന കാര്യത്തിലാക്കി വെക്കും. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ അങ്ങനെ ഒരുപാട് സൂക്ഷിച്ച് വെച്ച കുറെ സാധനങ്ങളുണ്ട്. എന്നിട്ട് അതിന് ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് ചെയ്യാം. അതിന്റെ പൊടിയൊക്കെ പോക്കണം, ചിരട്ടേന്റെ ഒക്കെ ഉരക്കടലാസ് വെച്ചിട്ട് ഇതാക്കി എടുക്കണം. എന്നിട്ട് പോളിഷ് ചെയ്യണം. അപ്പോൾ അതിന്റെ ആ ഒരു തിളക്കം കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ പാള ഫ്രെയിമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, സീനറി ഒക്കെ ചെയ്യുന്നത് പറഞ്ഞേ, അതില് അതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ട് പോളിഷ് ചെയ്യണം, ഇല്ലെങ്കിൽ അത് പൂപ്പ് വരും. കുറെ പ്രാവശ്യം ചെയ്ത് നോക്കിയത്, പോളിഷ് ഇല്ലാണ്ട് ചെയ്തപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ പൂപ്പ് വരുന്നത് കണ്ടപ്പോ ശരി അതിന്റെ മേലെ വാർണിഷ് എന്തെങ്കിലും അടിച്ചു നോക്കാതെ വെച്ചിട്ട് അങ്ങനെ ചെയ്ത് നോക്കിയിട്ടാണ് അത് അങ്ങനെ ചെയ്തപ്പോ പൂപ്പ് വരുന്നില്ല. അങ്ങനെയാണ് ഇങ്ങനെ തുടങ്ങിയത്. അല്ലാണ്ട് എവിടെയും പോയി പഠിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ചെയ്ത് നോക്കൂ, അത് റെഡി ആവുമ്പോ ഇങ്ങനെ കുറച്ചായിട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. പാളാണ്ട് സാധാരണ പറ്റിൽ വെട്ടിട്ടുള്ള സാധാ പൂക്കൾ തന്നെ. ഉള്ളിന്റെ തോലിനെ കൊണ്ടാണ്, വലിയ ഉള്ളിന്റെ തോലിനെ കൊണ്ടാണ് റോസ് പൂ പോലെ ആക്കിയിട്ടുണ്ടാക്കുക. അതുപോലെ വെളുത്തുള്ളിന്റെ അതിന്റെ തണ്ടെണ്ണ വെച്ചിട്ടാണ് വെട്ടിയെടുത്തിട്ട് വെച്ചിട്ടാണ് ഒരു എന്താ പറയാ, ഒരു സൂര്യകാന്തി പോലെ ഉണ്ടാവും. അതുപോലെ ചോളത്തിന്റെ തോലില്ലേ, കമ്പത്തിന്റെ തോല് വെച്ചിട്ട് സൂര്യകാന്തി പൂക്കള് കുറച്ച് വലുതായിട്ട് വാൾ ഹാങ്ങിങ് ആയിട്ട് ചെയ്യാല്ലേ. അതുപോലെ അടക്കേന്റെ തോട് വാൾ ഹാങ്ങിങ് ആയിട്ട് കുറെ ഇത് ചെയ്തു. അങ്ങനത്തെ ചോളം അതിന്റെ തൊലി ഉണ്ടല്ലോ, ആദ്യം പൊളിച്ച് കളയുമല്ലോ, നന്നായിട്ട് ഉണക്കി വെക്കും. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് ഫ്ലവർ ആയാലും ഇങ്ങനെ സൂര്യകാന്തി വാൾ ഹാങ്ങിങ് ആയാലും അതിനൊക്കെ ചെയ്യാം. ഒരുപാട് സാധനങ്ങൾ അതിനെക്കൊണ്ട് ചെയ്യാം. അടക്കാത്തോട് കൊണ്ട് ഫ്ലവർ ചെയ്യാം, ഇതുപോലെ വാൾ ഹാങ്ങിങ് ആയിട്ട് ചെയ്യാം. ഇപ്രാവശ്യത്തെ മേളയ്ക്ക് ഒരു അടുത്ത സ്റ്റാളിലുള്ള ഒരു കുട്ടി ഇങ്ങനെ പറഞ്ഞതാ, വിഷറി ആക്കി കൂടെന്ന്. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം അടുത്ത പ്രാവശ്യത്തേക്ക്. അടക്കാത്തോട് കൊണ്ട് വെയിറ്റ് ഉള്ള സാധനം കൊണ്ട് എന്തെങ്കിലും ഇങ്ങനെ അടിച്ചടിച്ചാൽ അതിനൊരു പദം വരും. എന്നിട്ട് അത് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് ചെയ്യണം വാൾ ഹാങ്ങിങ്ങിന്. പൂവിന് അതുപോലെ തന്നെ അത് അങ്ങനെ ഇതാക്കിയിട്ട് അത് മറച്ചിട്ട് ആക്കിയാലും ഫ്ലവർ ആയിട്ടും ചെയ്യാം. കളർ ചേർക്കുന്നതും ഉണ്ട്, ഒറിജിനൽ കളറായിട്ടുള്ള അങ്ങനത്തെ ഫ്ലവറുകളും ചെയ്യും. അത് പാളയിലും അങ്ങനെ തന്നെ. ഒറിജിനൽ കളർ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം അതിന്റെ നാച്ചുറൽ കളറിലാണ്. പക്ഷെ എന്നാലും ഓരോരുത്തർ പറയും കുറച്ചുകൂടി കളർ അടിച്ച് ചെയ്തുകൂടെ. അപ്പൊ അങ്ങനെ കുറെ ചെയ്ത് കളർ അടിച്ചിട്ടുള്ളതുണ്ട്, അല്ലാതെ ഉണ്ട്. പിന്നെ അതുപോലെ നമ്മൾ കാർഡ്ബോർഡ്, പഴയ കാർഡ്ബോർഡാണ് ഫ്ലവർ വൈസ് ആയിട്ട് ഇപ്രാവശ്യം ഉപയോഗിച്ചത്. കാർഡ്ബോർഡിന്റെ ബോക്സിന്റെ മേലത്തെ ഇത് പറിച്ചാൽ അതിന്റെ ഉള്ളിലുണ്ടാവും ഒരു കുറച്ച് ചുളിവായിട്ടുള്ള ഒരു പേപ്പർ, അത് വെച്ചിട്ടാണ് ഇപ്രാവശ്യത്തെ ഫ്ലവർ വൈസ് ആക്കിയത്. പാളന്റെ ഫ്രെയിം ചെയ്യുന്നതിന്, സീനറി ഒക്കെ ചെയ്യുന്നതിന് പോളിഷ് വേണം. അടയ്ക്കാത്തോടിന് വേണ്ട, ഫ്ലവറിനൊന്നും ചെയ്തിട്ടില്ല, അത് കുറച്ചു കാലം നിൽക്കുന്നുണ്ട്. ഫ്ലവർ വേസും ഫ്ലവർ ഈ പാളന്റെ ഒരു 30 രൂപ മുതൽ 250 വരെ ഇടുന്നുണ്ട്. ഫ്രെയിമിന്റെ ഇത് 150, ചെറിയ ഫ്രെയിം പാളയിൽ ചെയ്യുന്ന വർക്കിന്റെ ചെറിയ ഫ്രെയിമിന് 150 രൂപ മുതൽ 1200 വരെയുള്ള ഇത് ചെയ്യലുണ്ട്. അത് വർക്കിനനുസരിച്ച്. ഇപ്പൊ പാളയിൽ കുഞ്ഞാക്കിയിട്ട് വെട്ടിയെടുത്തിട്ട് ഔട്ട്ലൈൻ മാത്രമായിട്ട് ചെയ്യുന്ന പിക്ചർ, ഗണപതി, ശിവന്റെ പിക്ചർ അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് 1200 വരെ റേറ്റ് വരും. അതെല്ലാം ചെറിയ എന്താ പറയാ സീനറി അങ്ങനത്തെ പിക്ചറുകൾക്ക് 600 രൂപ, A4 വലുപ്പത്തിലുള്ളതിന് 600 രൂപ വരും. നന്ന ചെറുതിന് 150 രൂപ. ഫ്രെയിമിന് കൊടുക്കണ അവിടുന്ന് ഓരോ റേറ്റ് എത്രയാണോ ഇടുന്നത് അതും എന്റെ വർക്കിന്റെ റേറ്റും കൂടി കൂട്ടിയിട്ടാണ് റേറ്റ് ഇടുക. റേറ്റ് ഇപ്പൊ 600 രൂപന്റെ A4 വലുപ്പത്തിലുള്ള സീനറി പറഞ്ഞല്ലോ, അതിന് 280 ഒക്കെയാണ് ഫ്രെയിമിന് വാങ്ങുന്ന വെച്ചാല് 500 ആയിരിക്കും അതിന്റെ റേറ്റ്. ഫ്രെയിമിനോട് എന്റെ 200 രൂപ കൂട്ടിയിട്ടാണ് വർക്കിന് ഇടുന്നത്. അത് നല്ല വർക്കാകുമ്പോൾ അതിലും കൂടും. വീട്ടിൽ ഷോക്കേസിൽ വെക്കാനും വാളില് നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് വെക്കാനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. കൊയിലാണ്ടിയിലെ MLA ന്റെ ഓഫീസിൽ ഒരു ഫോട്ടോ ഉണ്ട്, ഞാൻ ചെയ്തെടുത്തൊരു വർക്ക് അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്.
ആർട്ടിസ്റ്റുകളൊക്കെ വന്ന് കാണുമ്പോൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു തരലുണ്ട്. അറിയാത്ത കാര്യങ്ങൾ അങ്ങനെ പറയും, പഠിച്ചിട്ടില്ല അറിയാണ്ട ചെയ്യുന്നതാണ്. അപ്പൊ അതിൻ്റെതായ കുറെ കാര്യങ്ങളൊക്കെ ചില ആൾക്കാരൊക്കെ പറഞ്ഞു തരും, എന്തൊക്കെ ചെയ്യണം ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ, കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. പുല്ലിന് പോളിഷ് ചെയ്തില്ല, ഉണക്കിയെടുത്തിട്ട് ഫാബ്രിക് ഒക്കെ അടിക്കലുണ്ട്. അപ്പൊ അങ്ങനെ നിക്കലുണ്ട്. അപ്പൊ എന്നോടിപ്പോ ഇങ്ങനെ എക്സിബിഷൻ ചെയ്യുന്ന സമയത്ത് കുറെ ആൾക്കാർ അങ്ങനെ പറഞ്ഞു, പോളിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നിൽക്കും എന്നൊക്കെ അഭിപ്രായം പറഞ്ഞു തന്നു. ചെയ്ത് നോക്കണം. അങ്ങനെ ഇപ്പൊ അറിയുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, ചിലപ്പോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഓരോരുത്തരും ഇങ്ങനെ ഓരോരോ പറഞ്ഞു തരുമ്പോ അതൊക്കെ ചെയ്ത് നോക്കും. അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. കൊയിലാണ്ടി മുനിസിപ്പാലിറ്റി ഭയങ്കര സപ്പോർട്ടാ തരുന്നത്. തീരെ ഇങ്ങനെ എന്താ പറയാ ചെയ്തതൊന്നും സൂക്ഷിച്ചു വെക്കാന്നല്ലാണ്ട് പുറത്തേക്ക് ഇറക്കുന്നില്ല. അപ്പൊ മുനിസിപ്പാലിറ്റിയിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഇങ്ങനെ മേളകളിലൊക്കെ പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും തന്നെ മുനിസിപ്പാലിറ്റിയിലെ കുടുംബശ്രീയിലെ എല്ലാ സ്റ്റാഫുമാരും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വീട്ടിൽ നിന്നും നല്ല സപ്പോർട്ടാ. ഹസ്ബൻഡ് ഷാജി എന്നാണ് പേര്. സ്വർണ്ണപ്പണിയായിരുന്നു. ഇപ്പൊ ബാങ്ക് ഓഫ് ബറോഡയില് അപ്രൈസറായിട്ട് വർക്ക് ചെയ്യുന്നു. മൂത്താള് ഡിഗ്രി കഴിഞ്ഞപ്പോ, മോന് +2 കഴിഞ്ഞ് ഫൈൻ ആർട്സിന്റെ കോഴ്സ് ചെയ്യുന്നു. രണ്ടാളും അത്യാവശ്യം വരയ്ക്കലുണ്ട്. അപ്പൊ ഞാൻ പഠിച്ചിട്ടില്ല. അപ്പം മോനെ അങ്ങനെ അതിന്റെ ഒരു ബേസ് കിട്ടിക്കോട്ടെ വെച്ചിട്ട് അതിന് ചേർത്ത്. ഇതിലേക്ക് ഈ ക്രാഫ്റ്റ് വർക്കിക്ക് ഒരു ചെയ്യില്ല, ഒരു വർക്ക് ചെയ്യുക. ഇവിടെ ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും, ഹസ്ബൻഡിന് അനിയന്റെ ഭാര്യയുണ്ട്, 2 പെങ്ങന്മാരും. അവിടെ നാട്ടില് എന്റെ വീട്ടിലെ അച്ഛനും അമ്മയും അനിയനും ഭാര്യയും മക്കളും. അനിയൻ അത്യാവശ്യം ഇതേപോലെ തന്നെ കയ്യിൽ കിട്ടുന്നതിനെ കൊണ്ടൊക്കെ ചെയ്യും. പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് പണീന്റെ അതൊക്കെ ആയിട്ട്, ചെറുപ്പത്തിൽ രണ്ടാളും തന്നെ അങ്ങനെ ചപ്പാത്തിക്കൊക്കെ പൊടി കുഴക്കുന്ന സമയത്ത് അപ്പൊ ആ പൊടിയിൽ ഞങ്ങൾ രണ്ടാളും കൂടിയൊക്കെ ചെയ്യുമായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ ചെയ്യുന്നു. അവൻ നന്നായിട്ട് കളിമണ്ണിന് ചെയ്യുന്നു. മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്നു. അനിയൻ രജീഷ് പറയും. ഇപ്പം സ്വർണ്ണപ്പണിയുണ്ട്, ബാങ്കിൽ അപ്രൈസറായിട്ട്. ചെറുപ്പം ഇങ്ങനെ എക്സിബിഷൻ ഇങ്ങനെ സ്കൂളിൽ ശാസ്ത്രമേളൊക്കെ ഉണ്ടാകുമ്പോ അപ്പൊ അതിൽ പങ്കെടുക്കാൻ വലിയ താല്പര്യമുണ്ട്. മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നേ. അപ്പൊ അതൊരു ഇതുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു, മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ ശരി അങ്ങനെ ചെയ്യാന്ന് ഉള്ളിൽ ആ ആഗ്രഹം ഉള്ളതിനെ കൊണ്ട് ഇട്ടിട്ട് ഇങ്ങനെ കുറെ ഇങ്ങനെ പാളാന്റെ പൂക്കളായാലും ഫ്രെയിമായാലും ഇങ്ങനെ ചെയ്തു. പിന്നെ കോഴിക്കോട് ബീച്ച് ഫെസ്റ്റ് നടന്നിരുന്നു. അപ്പൊ അതില് കുടുംബശ്രീന്റെ ഒന്നിച്ചുള്ള എല്ലാ കുടുംബശ്രീ സംരംഭകരുടെയും പ്രൊഡക്റ്റ് വെച്ചിട്ടുള്ള ഇതില് എന്റെയും കൂടി ഉൾപ്പെടുത്തി. അപ്പൊ അന്ന് എനിക്ക് അവിടെ ഞാനത് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അവിടെ നിൽക്കേണ്ടി വന്നു. അപ്പൊ അന്ന് വിചാരിച്ചു ഇങ്ങനെ ഒരു മേള ഉണ്ടാവുമ്പോ ഒറ്റയ്ക്ക് ഒരു സ്റ്റാളിൽ ഇരിക്കണം എന്നുള്ള ഒരു ഇതുണ്ടായി. അങ്ങനെ കൂടുതൽ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. തന്റെ തൊഴിലിൽ പൂർണ്ണ സംതൃപ്തിയാണ് എന്നും കിട്ടുന്ന സമയം വേണ്ട തരത്തിൽ ഉപയോഗപ്പെടുത്തുക എന്നതുമാണ് തന്റെ രീതി എന്നും ഇവർ പറയുന്നു. ദിവസം ചെയ്ത് വെക്കും. ഇത് ഞാൻ സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നത്. എല്ലാ വർക്കുകളും ഫ്രെയിം പിന്നെ കൊടുക്കുകയോ ചെയ്യാം. വർക്കുകൾ ചെയ്തു വെക്കും. പിന്നെ അങ്ങനെ മേള വരുന്നെന്ന് പറയുമ്പോൾ ഒന്നിച്ച് ഫ്രെയിം ചെയ്യുകയൊക്കെ ചെയ്യില്ല. വെറുതെ ഇരിക്കലില്ല. എന്തായാലും പുതിയ ചെയ്യുമ്പോ ഒരു സന്തോഷം കിട്ടാണ്ടോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ ഹൗസ് വാമിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ വലിയ സീനിയറൊക്കെ വേണമെങ്കിൽ ആ നമ്പറിൽ വിളിച്ചിട്ട് ഇങ്ങനെ വേണം ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. വലിയതായിട്ടില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്. മുനിസിപ്പാലിറ്റിയിലായാലും ഗിഫ്റ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചിട്ട് എന്നോടാണ് കൊണ്ടുതരാൻ ഉണ്ടാവോ, വലിയ സൈസിലുള്ള ഉണ്ടാവോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ കൊണ്ടു കൊടുക്കലുണ്ട്. ഇപ്പം ചില ആൾക്കാർ വീട്ടിൽ വന്ന് പോവും. മുനിസിപ്പാലിറ്റിക്കൊക്കെ ഉള്ള ഞാൻ പോലാണ്ട് എത്തിച്ചു കൊടുക്കും. വീട്ടമ്മമാർക്കും സ്വയം തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ധാരാളം അവസരങ്ങളുണ്ടെന്നാണ് ലിഷ പറയുന്നത്. അല്പം ക്ഷമയും അധ്വാന തൽപരതയും ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള തൊഴിലുകളിലൂടെ സ്ത്രീകൾക്ക് വരുമാനം നേടാം. മാത്രമല്ല, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പാഴ്വസ്തുക്കൾ കുറയുകയും ചെയ്യും. അത് സമൂഹത്തിനും നല്ലതാണ്. രാവിലെ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞാല് എനിക്ക് ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ ഇരിക്കും. പിന്നെ വൈകുന്നേരം വരെ മക്കളൊക്കെ വരുന്നവരെ വൈകുന്നേരം വരെ ഇരിക്കും. പിന്നെ വീട്ടിലെ പണിയെടുക്കും. അങ്ങനെ ഒന്നിച്ചിരിക്കൊന്നുമില്ല. വേറെയുള്ള ഇതൊന്നുമില്ല. മെയിനായിട്ട് ഇതിന് തന്നെ സമയം ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ തന്നെയാണ്. പരമാവധി പാഴ്വസ്തുക്കൾ ഇങ്ങനെ ഒറ്റയ്ക്ക് തന്നെ ശേഖരിച്ചു വെക്കും. പിന്നെ അത് ആവശ്യാനുസരണം എടുത്തിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ തനിച്ച് തന്നെ ചെയ്യും. വേറെ ആരും സഹായിക്കാനോ ഒന്നുമില്ല. സമയം കിട്ടുമ്പോഴൊക്കെ ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കും. നല്ല അനുഭവം തന്നെ. നമുക്ക് കുറച്ച് സന്തോഷം കിട്ടും. ടെൻഷനൊന്നും ഉണ്ടാവില്ല. നല്ല ഓരോരോ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നന്നായിട്ട് സന്തോഷം കിട്ടും. ഇപ്പൊ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആരും ഒന്നും ചെയ്യായിട്ടാ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ വെച്ചിട്ട് ഒരുപാടുണ്ട്. ആരും ഒന്നും ഉപയോഗിക്കായിട്ടാണ്. ഇപ്പൊ സാധാരണ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഓലയും കാര്യങ്ങളും അങ്ങനത്തെ ഉണ്ട്. അപ്പൊ ചൂല് ആരും മെനക്കടായിട്ടാ. ചൂല് വരെ ഉണ്ടാക്കിയാൽ ഇന്ന് ഒരുപാട് അങ്ങനെ ചൂല് വാങ്ങുന്ന ഒരുപാട് ആളുണ്ടാവും. അത് ചെയ്യാൻ ആരും മുന്നോട്ട് വരില്ല. വെറുതെ ഇരിക്കുക. എന്തെങ്കിലുമൊക്കെ ചെയ്താൽ എന്തെങ്കിലും നമ്മളെ എഫേർട്ട് എടുത്താലും നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കാം.
ക്ഷമയും വേണം. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് ക്ഷമയും വേണം, എഫേർട്ട് എടുക്കണം, എന്നാലും നടക്കൂ ആർക്കായാലും. പിന്നെന്താ പറയാ, ഫോണിൽ ഇപ്പൊ എല്ലാവരും ഫോണിൽ എപ്പോഴും ഫോണിലിരിക്കുക, രോഗങ്ങളും വരും. ഇതൊക്കെ ഒഴിവാക്കി ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ മുടക്ക് മുതലൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമായിരിക്കും. നല്ലൊരു സന്തോഷം കിട്ടാണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത കാര്യങ്ങളാണെന്ന് ആ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ. ഇപ്രാവശ്യം ഇപ്പൊ ഒറ്റയ്ക്ക് ഒരു സ്റ്റാളിന് ഇത് ചെയ്തപ്പം വലിയ സന്തോഷം. ആത്മാർത്ഥമായിട്ട് പറയാ, ആരും ഒന്നിനും സഹായിച്ചിട്ടില്ല. കുറെ വിറ്റ് കഴിഞ്ഞു പോയി. ഞാന് പൊതുവേ തീരെ പുറത്തിറങ്ങാത്ത ആളുമാണ്, ആരോടും അധികം സംസാരിക്കാത്ത ആളാണ്. എന്ന ആളിപ്പോ ആകെ മാറിയിട്ടുണ്ട്. എത്രയോ ആൾക്കാരായിട്ട് വർത്താനം പറഞ്ഞ് കൂടെ പഠിച്ച ഫ്രണ്ട്സുകളൊക്കെ വന്നിരുന്നു. സരസ്മേള കാണാൻ വന്നപ്പോ അവർക്കൊക്കെ അതിശയം, പണ്ടത്തെ ഞാനാണോ ഇതെന്ന് വരെ പറഞ്ഞു. ഇത്രയും മാറ്റമായി പോയി. തീരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ആളാ. ഇപ്പൊ ഒരു ഇതുണ്ട്, വേറെ ഏതെങ്കിലും ജില്ലകളിൽ മേള ഉണ്ടെങ്കിൽ പങ്കെടുക്കാന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ട്. എന്തോ ഒരു സന്തോഷമുണ്ട്. മേളകൾ പങ്കെടുത്തില്ലേലും ഒരു ചെറിയൊരു സാധനം, പുതിയൊരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു എന്താ പറയാ, എന്തോ വലിയ കാര്യം ചെയ്ത പോലത്തെ ഒരു സന്തോഷം ഉണ്ട് കിട്ടാൻ. വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. വലിയ വരുമാനം ഇല്ലെങ്കിലും അത്യാവശ്യം ഒരു 50 റുപ്യ നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ട് അതൊരു വലിയ കാര്യമല്ലേ. നമ്മളിപ്പോ ഹസ്ബൻഡിന്റെ ഒരു വരുമാനത്തിന്റെ കൂടെ നമ്മൾക്കും കൂടി വരുമാനം കിട്ടിയാൽ നന്നായിരിക്കുമല്ലോ. അങ്ങനെ വലിയ വരുമാനം അല്ലെങ്കിലും മുന്നോട്ട് പോകാൻ അതായിരിക്കുമല്ലോ നന്നാവുക. കുറച്ചെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ ചെയ്യാറോ, മടിച്ചു നിൽക്കാണ്ട് മുന്നോട്ട് വന്നിട്ട് ഇങ്ങനെ ചെയ്യാം. സംഘം ചേർന്ന് പുതിയ ആശയങ്ങളും പദ്ധതികളും കോർത്തിണക്കി ഈ സംരംഭം വിജയിപ്പിക്കണമെന്ന് ലിഷ ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ കൂടെ തന്നെ ഇപ്പൊ കുറെ ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്, ഇപ്പൊ അങ്ങനെ സഹായിക്കാൻ നമുക്ക് വലിയൊരു യൂണിറ്റ് ആക്കി മാറ്റാലോ, ഒരുപാട് പേര് ചേർന്നിട്ടുണ്ടെങ്കിൽ കുറെ കൂടെ സാധനങ്ങൾ ചെയ്യാൻ കഴിയുമല്ലോ. അപ്പൊ ആരും ഇങ്ങനത്തെ ഒരു ഇതായതിനെക്കൊണ്ട്, ക്ഷമയോട് ചെയ്യേണ്ട ഒരു കാര്യമായതിനെ കൊണ്ട് ആരും മുന്നോട്ട് വരുന്നില്ല. ഒരു 5-6 ആൾക്കാരുണ്ടെങ്കിൽ കുറെ സാധനങ്ങൾ ചെയ്യാം, സാധനങ്ങൾ ശേഖരിക്കാനൊക്കെ ഒരാളുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ആരും അതിന് മുന്നോട്ട് വരുന്നില്ല. സ്വയം ചെയ്യുന്നവരുണ്ട്, കൈത്തൊഴിലായിട്ട് ചെയ്യുന്ന, കയ്യിലൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനെ. ഇപ്പൊ നമ്മളിപ്പോ വേറെ സ്ഥലത്ത് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് ചെയ്യുന്ന സംരംഭകർ ഒരുപാടുണ്ടേ. അങ്ങനെയല്ലാതെ സ്വയം ചെയ്തിട്ട് വരുന്നത് സംരംഭകരില്ല എന്നല്ല, എന്നാലും ഹോൾസെയിലായിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് അങ്ങനെ ചെയ്യുന്നവർ ഒരുപാടുണ്ട് കേട്ടോ. ഫ്രെയിമിനുള്ളത് മെറ്റീരിയൽ സാധനങ്ങൾ കുറച്ച് വാങ്ങണം, പോളിഷ് അതുപോലെ. അല്ലാണ്ട് പഴവസ്തുക്കൾ കൊണ്ട്, ഫ്ലവറൊക്കെ പഴവസ്തുക്കൾ കൊണ്ട് അധികമായിട്ട് മുടക്കുമുതൽ വരുന്നൊന്നുമില്ല. വലിയൊരു വരുമാനം ഇല്ലെങ്കിലും എന്താ പറയാ 2000 ഒക്കെ കിട്ടും, 1000ന്റെ അടുത്തൊക്കെ കിട്ടും ഫ്ലവർ വൈസ് ഒക്കെ ആണെങ്കിൽ. അതിപ്പോ ന്യൂ ഇയർ അങ്ങനത്തെ ഇതൊക്കെ വരികയാണെന്ന് വെച്ചാൽ കുട്ടികളൊക്കെ വാങ്ങും ഗിഫ്റ്റ് വന്നിട്ട്. ന്യൂ ഇയർ ക്രിസ്മസിന്റെ ഒക്കെ ആകുമ്പോ അങ്ങനെ വാങ്ങും. എല്ലാ സമയത്തും ഉണ്ടാവില്ല, എന്നാലും ഇല്ല, നഷ്ടമില്ല. മേളകൾക്ക് പോകുമ്പോ കുറച്ചുകൂടി സാധനങ്ങൾ ചെലവാകും. കൊയിലാണ്ടിയിലുണ്ടാകുന്ന കുടുംബശ്രീന്റെ തന്നെ വിപണന മേളകൾക്ക് എല്ലാത്തിലും പങ്കെടുക്കാറുണ്ട്. അതിനൊക്കെ നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട്. കൂടുതൽ പുതിയ ചെയ്ത് നോക്കണം. കൂടുതൽ മേളകൾക്ക് പങ്കെടുക്കാനുള്ളൊരു ആഗ്രഹമുണ്ട്. വേറെ സ്ഥലത്തൊക്കെ തൃശ്ശൂരിൽ പോയിട്ട് ഇതിന്റെ ക്രാഫ്റ്റിന്റെ ഒരു ID കാർഡൊക്കെ എടുക്കാനാണ്. അതൊക്കെ എടുത്ത് ക്രാഫ്റ്റ് വില്ലേജിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതിനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ലോണുണ്ട്, ഒരുപാട് ലോണുകളുണ്ട്, എടുക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ ഈ ധൈര്യക്കുറവ് മൂലം അത് എടുത്തിട്ടില്ല. കയ്യിൽ നിന്ന് എടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ തുടങ്ങാൻ വെച്ച് ഇനി എടുക്കണം. ലോൺ എടുത്തിട്ട് ഹസ്ബൻഡ് റൺ ചെയ്യാനൊക്കെ ഹസ്ബൻഡാണ് അതിന് പൈസയൊക്കെ തരിക. അത് ഹസ്ബൻഡ് തിരിച്ചെടുക്കും. അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പോവാ വിചാരിച്ചു. എന്നിട്ട് ലോൺ എടുത്തിട്ട് ചെയ്യാ വിചാരിച്ചു. ഇനി എടുക്കണം. ഒരു യൂണിറ്റ് ആയിട്ടൊക്കെ ചെയ്താല് കുറെ സാധനങ്ങൾ ചെയ്യാലോ. ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോ അതിന്റെ ഒരു സമയത്തിന്റെ ഒരു പരിധി ഉണ്ടല്ലോ നമുക്ക് ചെയ്തെടുക്കാനുള്ള. എന്നാലും ഒരൊറ്റ ദിവസം വെറുതെ ആക്കലില്ല. സന്തോഷവതിയാ, പറഞ്ഞറിയിക്കാത്ത സന്തോഷമുണ്ട്. കുറെ ആൾക്കാർ നിരുത്സാഹപ്പെടുത്താനും ഉണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും നമ്മളെ സന്തോഷം നമ്മൾ കണ്ടെത്തിയല്ലേ. കൂടുതലും പ്രോത്സാഹിക്കുന്നവരാ. നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടും നമുക്ക് ചെയ്യാനുള്ള. കുറച്ചൊരു ക്ഷമ ഉണ്ടെങ്കിൽ നടക്കും. നമുക്ക് നമ്മള് നേരെ ഉണ്ടാക്കിയാൽ നടക്കും. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കിട്ടും. ഇത് ഇങ്ങനെ പാഴ്വസ്തുക്കളായി വലിച്ചെറിയാതെ നിൽക്കുക. പല സാധനങ്ങളും നമുക്ക് പുനരുപയോഗം ചെയ്യാൻ പറ്റും. അത് വലിച്ചെറിയാണ്ട് പാഴ്വസ്തുക്കളാക്കി, കരകൗശല വസ്തുക്കളാക്കി മാറ്റാൻ ശ്രമിച്ചാൽ നല്ല കാര്യമായിരിക്കും. അറിയുന്നവര് അതിന് മുന്നോട്ട് വന്നാൽ നന്നായിരിക്കും. വെറുതെ ഇരിക്കുന്നതിനേക്കാളും നല്ലത് എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുക അതായിരിക്കും നല്ലതും. അവനു തന്നെ ഒരു സന്തോഷവും കിട്ടും, വരുമാനവും കിട്ടും. കൊയിലാണ്ടി പെരുവട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലം. കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ശുചിത്വ മിഷന്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ജില്ലാ ശുചിത്വ മിഷന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. വേസ്റ്റ് ടു ക്രാഫ്റ്റ് പറഞ്ഞിട്ട്. തികച്ചും ഒരു മാതൃകാ സംരംഭകയാണിവർ. അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന പോലെ തന്നെ തനിക്ക് ലഭ്യമായ സാഹചര്യങ്ങളും
അവസരങ്ങളും പ്രയോജനപ്പെടുത്തി സന്തോഷവും വരുമാനവും കണ്ടെത്തുന്ന ഈ വീട്ടമ്മയുടെ ഉദ്യമം കൂടുതൽ ഉയരങ്ങളിലെത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പാഴ്വസ്തുക്കളിൽ നിന്ന് കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന ലീഷ ഷാജിയുടെ അനുഭവങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇനിയൊരു ഗാനം നൂറനാട് രവി എഴുതി കുമരകം രാജപ്പൻ ചിട്ടപ്പെടുത്തിയത്. ഗായകൻ യേശുദാസ്. വെണ്ണിലാവിൻ്റെ കുളിക്കടവിൽ നീന്തി കുളിച്ചുവരും കൊച്ചു തമ്പുരാട്ടി, എൻ്റെ തമ്പുരാട്ടി. മദനന്റെ മലരമ്പോ മധുമാസ പൂത്തിടമ്പോ മനസ്സിൻ നീലക്കരിമ്പോ തമ്പുരാട്ടി, നീയൻ തമ്പുരാട്ടി. കുളിർ വെണ്ണിലാവിൻ്റെ കുളിക്കടവിൽ നീന്തി കുളിച്ചുവരും കൊച്ചു തമ്പുരാട്ടി, എൻ്റെ തമ്പുരാട്ടി. മദനന്റെ മലരമ്പോ മധുമാസ പൂത്തിടമ്പോ മനസ്സിൻ നീലക്കരിമ്പോ തമ്പുരാട്ടി, നീയൻ തമ്പുരാട്ടി. കുളിർ വെണ്ണിലാവിൻ്റെ കുളിക്കടവിൽ നീന്തി കുളിച്ചുവരും കൊച്ചു തമ്പുരാട്ടി, എൻ്റെ തമ്പുരാട്ടി. തുളസി വെറ്റില തിന്നോ ചെമനദി ചുണ്ട് നിന്റെ തുളസി വെറ്റില തിന്നോ ചെമനദി ചുണ്ട് നിന്റെ കരളിന്റെ അനുരാഗ ചെമ പാർന്നതോ ചൊല്ലു ചെമ പാർന്നതോ ഒരു കൂട്ടം പറയുവാൻ കൊതി തുള്ളും മനസ്സിന്റെ മണിമുറ്റത്തിരിക്കുമോ തമ്പുരാട്ടി. ഒരു കൂട്ടം പറയുവാൻ കൊതി തുള്ളും മനസ്സിന്റെ മണിമുറ്റത്തിരിക്കുമോ തമ്പുരാട്ടി. നിന്റെ മൊഞ്ചു കാട്ടി കുളിർ വെണ്ണിലാവിൻ്റെ കുളിക്കടവിൽ നീന്തി കുളിച്ചുവരും കൊച്ചു തമ്പുരാട്ടി, എൻ്റെ തമ്പുരാട്ടി. മദനന്റെ മലരമ്പോ മധുമാസ പൂത്തിടമ്പോ മനസ്സിൻ നീലക്കരിമ്പോ തമ്പുരാട്ടി, നീയൻ തമ്പുരാട്ടി. കുളിർ വെണ്ണിലാവിൻ്റെ കുളിക്കടവിൽ നീന്തി കുളിച്ചുവരും കൊച്ചു തമ്പുരാട്ടി, എൻ്റെ തമ്പുരാട്ടി.
ചൊടികളിൽ വിടരുന്ന തുടുതുടുപ്പിയലുന്ന ചൊടികളിൽ വിടരുന്ന പനിനീരിൻ പൂക്കളിറുത്തെടുത്തോട്ടെ ചൊല്ലു തമ്പുരാട്ടി. കുനു ചില്ലിക്കൊടി വെട്ടിച്ചൊരു വാക്കുമൊരിയാടാതി വിടുന്നു പോയിടൊല്ലേ തമ്പുരാട്ടി. കുനു ചില്ലിക്കൊടി വെട്ടിച്ചൊരു വാക്കുമൊരിയാടാതി വിടുന്നു പോയിടൊല്ലേ തമ്പുരാട്ടി. എന്റെ തമ്പുരാട്ടി കുളിർ വെണ്ണിലാവിൻ്റെ കുളിക്കടവിൽ നീന്തി കുളിച്ചു വരും കൊച്ചു തമ്പുരാട്ടി. എന്റെ തമ്പുരാട്ടി മദനന്റെ മലരമ്പോ മധുമാസ പൂത്തിടമ്പോ മനസ്സിൻ നീലക്കരിമ്പോ തമ്പുരാട്ടി നീയൻ തമ്പുരാട്ടി. കുളിർ വെണ്ണിലാവിൻ്റെ കുളിക്കടവിൽ നീന്തി കുളിച്ചു വരും കൊച്ചു തമ്പുരാട്ടി. എന്റെ തമ്പുരാട്ടി. പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി, സഹായം KV ലീല. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ.